ഹായ്ഡ മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലേ? നമ്മുടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണല്ലേ. എന്താണ് മക്കളെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ? മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. കറക്റ്റ് അല്ലേടാ? ഇനി അതിൻ്റെ ബേസിൽ നമ്മൾ 3 രീതിയിലുള്ള സൊല്യൂഷൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പോടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഇതെല്ലാം നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണ് അല്ലേ. പക്ഷേ മിസ് ഇവിടെ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ഒരു എൻട്രൻസ് ലെവലിലെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ RBC സെൽസിനെ മിസ് എടുക്കുകയാണ്. എന്നിട്ട് മിസ് ഈ 3 സൊല്യൂഷൻസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലെ ഹൈപ്പോടോണിക് സൊല്യൂഷനിലേക്കും ഐസോടോണിക് സൊല്യൂഷനിലേക്കും ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കും ഈ ഒരു RBC സെല്ലിനെ ഇടാൻ വേണ്ടി പോവാണ്. അപ്പം ഐസോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? അതിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും അല്ലേ. സോ RBC സെൽസിന് എന്താ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഇനി രണ്ടാമതായിട്ടുള്ള ഹൈപ്പോടോണിക് സൊല്യൂഷനിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, അതായത് പുറത്ത് സൊല്യൂഷനിലെ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ വാട്ടർ എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അതായത് RBCയിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, പക്ഷേ സൊല്യൂഷൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. സോ വാട്ടർ എവിടെ നിന്നാണ് മൂവ് ചെയ്യുന്നത്? സൊല്യൂഷനിൽ നിന്ന് RBCയുടെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത്? അതിൻ്റെ ഷേപ്പ് മാറും അല്ലേ. സോ ദ സെൽ വിൽ സ്വെൽ എന്ന് നമ്മൾ പറയും അല്ലേ. ഇനി ഹൈപ്പർടോണിക് സൊല്യൂഷൻ്റെ കേസിലാണെങ്കിലോ പുറത്തുള്ള വെള്ളത്തിൻ്റെ സൊല്യൂഷൻ കുറവായിരിക്കും അല്ലേ. അതായത് സൊല്യൂട്ടിൻ്റെ അളവായിരിക്കും അവിടെ കൂടുതൽ. അപ്പോൾ ഞാൻ RBCനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? RBCയുടെ ഉള്ളിലാണ് ഇപ്പോൾ വെള്ളം കൂടുതൽ, പുറത്ത് ഹൈപ്പറിൽ എന്താണ് ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. സോ RBCയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം RBCക്ക് എന്താണ് സംഭവിക്കുന്നത്? RBC ഷ്രിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഹൈപ്പോയിൽ എന്താ സംഭവിക്കുന്നത്? RBCയുടെ ഷേപ്പ് മാറി സ്വെല്ല് ചെയ്യുന്നുണ്ട്. ഹൈപ്പറിൽ എന്താണ് സംഭവിക്കുന്നത്? അത് ഷ്രിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് ഹൈപ്പോ, അവിടെ O വലിയ O ആണ് അല്ലേ. സോ ഹൈപ്പോയിൽ ഇട്ട് കഴിഞ്ഞാൽ സെല്ല് സ്വെല്ല് ചെയ്യുന്നുണ്ട്, അതായത് സൈസ് കൂടുന്നുണ്ട്. ഇനി ഹൈപ്പറിൽ ഇട്ട് കഴിഞ്ഞാലോ സെല്ല് ഷ്രിങ്ക് ആവുന്നുണ്ട്. സോ ഇതേപോലെയുള്ള, അതായത് നിങ്ങൾ 9th പഠിക്കുന്ന ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. എന്താണ് ഓസ്മോസിസ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്താണ് നിങ്ങൾ 11th എത്തുമ്പോൾ ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളുടെ കിഡ്നിയിലെ അബ്സോർപ്ഷൻ സെക്ഷനിൽ പഠിക്കുമ്പോൾ എന്താണ് ഈ ഒരു ഓസ്മോളാരിറ്റി ഗ്രേഡിയന്റിന്റെ കാര്യമൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾ 9th പഠിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ 11th നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക അല്ലേ. സോ 9th തന്നെ എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്താൽ മാത്രമേ 11th ആൻഡ് 12th എത്തുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, വളരെ വലുതായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലേക്കാണ് നിങ്ങൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാണ്ടാവും അല്ലേ. സോ നിങ്ങളെ യുണീക്ക് ആക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് ആണ്. അപ്പം നിങ്ങളുടെ സ്കിൽസിനെ എപ്പോഴും അപ്സ്കിൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റൊക്കെ നിങ്ങൾ ഇപ്പോഴേ സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ വലിയ വലിയ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈലം പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അതായത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അവിടെ നിങ്ങൾക്ക് പോകുന്നത്. ഇനി നോർമൽ നമ്മുടെ ആപ്പ് ക്ലാസ്സസിൽ എന്താണ് നമ്മുടെ സിലബസ് ആണ് കൂടുതലും ഡിസ്കസ് ചെയ്യുക അല്ലേ. പക്ഷേ എക്സ്ട്രാ നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയാണ് തപ്പുക? അതായത് നിങ്ങൾ ഇൻ്റർനെറ്റിലാണോ തപ്പുക, നിങ്ങൾ ബുക്സ് ആണോ തപ്പുക? ഇതിനെ എല്ലാത്തിനെയും കൂടി എന്താണ് ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫാൽക്കൺ ബാച്ചസിൻ്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയും നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം, നമുക്ക് എല്ലാവരെക്കാളും മുന്നിലെത്തണം, അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ പെട്ടെന്ന് തന്നെ ടൈം വേസ്റ്റ് ആക്കാണ്ട് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മിസ് എന്തായാലും അവിടെ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം.